പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നമ്മുടെ നാടിന്റെ സാംസ്കാരിക രംഗത്തെ നവീകരിക്കാനും പുതുക്കാനും കഴിയുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ഇനി ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റി വ്യക്തമായ ഒരു രൂപരേഖയുണ്ടാക്കി അത് കേവലം ഉപരിപ്ലവമായ ചടങ്ങുകൾക്കപ്പുറത്ത് ഫലം ചെയ്യുന്ന കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണം ഈ 50-ാം വാർഷികാഘോഷ കമ്മിറ്റി എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഓരോ ആളുകളും ഓരോ പ്രതിഭാസങ്ങളാണ്. അവരെല്ലാം കയറി ഇരുന്നപ്പോ ഈ വേദിക്ക് എന്തൊരു വെളിച്ചമാണ്. ഈ സ്റ്റേജിന് വെളിച്ചം വന്നത് ഈ ഹാലോജൻ ലൈറ്റോ ഈ LED ബൾബോ CFL ബൾബോ കൊണ്ടല്ല. ഈ മനസ്സു തിളങ്ങുമ്പോൾ മയിൽ നാട്ടിന് എവിടെയാണ് വാർദ്ധക്യമുണ്ടാവുക? ഇത് യുവജന വായനശാലയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യുവജന വായനശാലയിൽ ഏറ്റവും നല്ല യുവജനങ്ങൾ ഈ വേദിയിലിരുന്ന ആ ജ്ഞാനവൃദ്ധന്മാരാണ്. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വെറും വൃദ്ധൻ വയസ്സുകൊണ്ട് മാത്രമല്ല. വൃദ്ധി എന്ന വാക്കിന് അഭിവൃദ്ധി എന്നാണ് അർത്ഥം. 5 തരം വൃദ്ധന്മാരുണ്ട്, അറിയുമോ? ഒന്ന് ധനവൃദ്ധൻ, പണമുണ്ടാക്കിയവൻ. 2 കുലവൃദ്ധൻ. 3 ജ്ഞാനവൃദ്ധൻ, ഒരുപാട് പഠിച്ചവൻ. 4 വിദ്യാവൃദ്ധൻ, ഒരുപാട് പഠിച്ചവൻ. ജ്ഞാനവൃദ്ധൻ, ഒരുപാട് അറിവിൽ നിന്ന് പുതിയ അറിവുകൾ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്തവൻ. പിന്നെ 5ാമത്തത് മാത്രമാണ് വയോവൃദ്ധൻ. അപ്പോ അഭിവൃദ്ധി നേടിയവരാണ്. ഈ മനസ്സ് തിളങ്ങുമ്പോ ഇവിടെ മറ്റ് പുറത്തുള്ള ലൈറ്റുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെളിച്ചമുള്ള ഇടമാണ്. ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏത് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്? 3 കട്ടയിടുന്ന ടോർച്ചിന്റെ വെളിച്ചത്തിനല്ല, ബൾബിന്റെ വെളിച്ചത്തിനല്ല, ബാഹ്യമായ വെളിച്ചത്തിനല്ല, ആന്തരികമായ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്. ആ വെളിച്ചം അത് നാട്ടുവെളിച്ചമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വായനശാലകൾ ഉണ്ടായത്. വായനശാലകൾ ഉണ്ടായപ്പോഴാണ് നവോത്ഥാന കാലഘട്ടത്തിൽ പുതിയ ചിന്തകൾ, പുതിയ സമീപനങ്ങൾ, പുതിയ അന്വേഷണങ്ങൾ, പുതിയ ശാസ്ത്രബോധങ്ങൾ അതൊക്കെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിലും അത് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും സഹോദരനയ്യപ്പന്റെയും വാഗ്ഭടാനന്ദന്റെയും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും സ്വാമി ആനന്ദ തീർത്ഥന്റെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും കേളപ്പന്റെയും ഒക്കെ മനസ്സിലും അവരുടെ പ്രവർത്തനത്തിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ പ്രകാശം നിരന്തര പ്രകാശമായി ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് അലയടിച്ചു വന്നത് ആ പ്രകാശത്തിന് റിലേ കേന്ദ്രങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. എന്താണ് ഈ റിലേ കേന്ദ്രം? ആ പ്രകാശത്തിന് എല്ലാ ദേശത്തേക്കും എല്ലാ കാലത്തേക്കും എത്തിക്കുന്ന റിലേ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഗ്രാമീണ വായനശാലകൾ. അത് ഗ്രാമീണ സർവകലാശാലകളാണ്. ആ ഗ്രാമീണ വായനശാലകളാണ് ഈ വെളിച്ചത്തിന്റെ മൂല്യമെന്നൊന്ന് നമ്മുടെ നാട്ടിലേക്ക് അറിയിച്ചു കൊടുത്തത്. അതുകൊണ്ട് വായനശാലകൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രകാശഗോപുരമാണ്. ആ പ്രകാശഗോപുരം നമ്മളെ ഭൂതകാലവും ഭാവികാലവും തമ്മിൽ കണക്ട് ചെയ്യുവാൻ കരുത്തു നൽകുന്നു. മനുഷ്യന് മാത്രമുള്ളതാണ് ഭൂതകാലവും ഭാവികാലവും. പക്ഷിമൃഗാദികൾക്ക് വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ രാജ്യം പണ്ടാര് ഭരിച്ചു എന്നറിയില്ല. അവർക്ക് അപ്പനപ്പൂപ്പന്മാരുടെ കഥയറിയില്ല. അവർക്ക് മലയാള ഭാഷ എപ്പോഴുണ്ടായി എന്നറിയില്ല. അവർക്ക് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയോ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റിയോ അറിയില്ല. അവർക്ക് യുദ്ധങ്ങളെ പറ്റി അറിയില്ല. അവർക്ക് ഭക്ഷണം കിട്ടുന്ന ഇടം മാത്രം അറിയാം. അവർക്ക് വെള്ളം കിട്ടുന്ന ഇടമറിയാം. വർത്തമാന കാലഘട്ടത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രകൃതിയുടെ ഇടങ്ങളെ മാത്രമേ അവർക്കറിയൂ. അവർക്ക് അതുകൊണ്ട് തന്നെ ഭാവി കാലത്തെ പറ്റിയിട്ട് ഒരാശങ്കയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഭാവിയെ പറ്റിയിട്ട് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. എന്നാ മനുഷ്യന് ഭൂതകാലമുള്ളത് കൊണ്ടാണ് അയ്യപ്പ പണിക്കര് കവിത എഴുതുന്നു. ഭാവി ഒരു ഭൂതമായി നോക്കുന്നുഷസിന്റെ നീതി കഥയീണമിട്ടാരുണ്ടു കേൾക്കുവാൻ.
ഭാവി ഒരു ദുർഭൂതമായി മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത പ്രകൃതിയിലും മനുഷ്യ സംസ്കാരത്തിലും മനുഷ്യ മനസ്സിലും അതിഭീകരമായിരിക്കുന്ന ബോംബ് വർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഭാവി ഒരു ദുർഭൂതമായിട്ട് നോക്കുന്നു. ഉഷസ്സിന്റെ നീതികഥ ഈണമിട്ട് ആരെങ്കിലും കേൾക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രവാചകന്മാരെവിടെ? ആ പ്രവാചകന്മാരെവിടെ? ആയുധപ്പുരകളാകുന്നു മാനവ ഹൃദയങ്ങൾ, അല്ലേ? ആ മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആ കാണുന്ന കാഴ്ചയെ പറ്റി ഒക്ടോബർ മാസം 27-ാം തീയതി മരണപ്പെട്ട ഒരു കവി പ്രവാചകന്മാരെ വിളിച്ച് ചോദിച്ചിരുന്നു. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ, പ്രകാശമകലയാണോ എന്ന പാട്ട് ഓർമ്മയുണ്ടോ? അതിൽ 1000 ആശ്രമവനങ്ങൾ ആയുധപ്പുരകളാവുന്നതിനെ പറ്റി അദ്ദേഹം മറ്റൊരു പാട്ടിൽ പറയുന്നു. 1000 ആശ്രമവനങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. കണ്ടോ? മതങ്ങൾ ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? അവിടെ യഹൂദന്മാർ ചിരിക്കുന്നു, അപ്പുറത്ത് മുസ്ലിങ്ങൾ ചിരിക്കുന്നു, അപ്പുറത്ത് ക്രിസ്തുമത പുരോഹിതന്മാർ ചിരിക്കുന്നു. അവർ ചിരിക്കുന്നു. എതിരാളികൾ കൊല്ലപ്പെടുമ്പോൾ ഏതെങ്കിലും പ്രവാചകന്മാർ കൊല്ലപ്പെടുമ്പോൾ ചിരിക്കാൻ പറഞ്ഞിരുന്നോ? എന്തുകൊണ്ടുണ്ടാകുന്നു? ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ഒരു മനുഷ്യരുടെ എണ്ണം കുറയുന്നു. വർത്തമാന കാലഘട്ടത്തിൽ തിന്നുക, തിമർക്കുക, വെട്ടുക, മുറിക്കുക, പത്തനം, പുരം, ഗ്രാമം എന്ന സമീപനം മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോ മനുഷ്യൻ ഭൂതകാലത്തെ ഭാവിയുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. അതാണ് ഇവിടെ നടന്നത്. ഭൂതകാലം ഈ വായനശാല ഉണ്ടാക്കിയ മനുഷ്യരെ ഓർത്തില്ലേ? അവരുടെ പേര് നോട്ടീസിൽ വെച്ചില്ലേ? അവരെ ഈ വേദിയിൽ ആദരിച്ചില്ലേ? അവരുടെ ചരിത്രം പറഞ്ഞില്ലേ? ഈ നാട്ടിന്റെ പ്രധാനപ്പെട്ട മനുഷ്യരെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. അവരെ ആദരിച്ചു. ഭൂതകാലത്തിൽ നിന്ന് ഈ പുതിയ തലമുറ പഠിക്കണ്ടേ എങ്ങനെയാ നമ്മൾ ഇവിടെ എത്തിയതെന്ന്. കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിതയിൽ മനോഹരമായ ഒരു വരിയുണ്ട്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചതാണോ? ഭൂമിയിൽ നിന്ന് കിളർന്നു വന്നതാണോ? അല്ല. നമ്മൾ എന്ന് പറയുന്നത് സാംസ്കാരിക പ്രവാഹത്തിന്റെ ഒരു അവസാനത്തെ കണ്ണിയാണ്. ഈ കണ്ണി തുടർന്നു പോകണം. ഇത് അവസാനത്തെ കണ്ണിയായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ആ കണ്ണിക്ക് തൊട്ടു മുമ്പിലുള്ള കണ്ണിയാണ് നിങ്ങൾ ആദരിച്ചത്. അവരുടെ മുന്നിലും കണ്ണികൾ ഉണ്ടായിരുന്നു. ആ കണ്ണികളിൽ ഞാനിപ്പോ പറയുന്ന മലയാള ഭാഷ 9-ാം നൂറ്റാണ്ടിലെ മമ്പള്ളി ലിഖിതം മുതൽ ആരംഭിച്ച കണ്ണിയാണ്. ആ കണ്ണിയിൽ നിന്ന് 9-ാം നൂറ്റാണ്ടിലെ മമ്പള്ളി ലിഖിതത്തിൽ നിന്ന് ശ്രീരാമകവിയുടെ ഇരാമചരിതത്തിലെത്തുന്നു, കണ്ണശപ്പണിക്കരുടെ ചമ്പുക്കളിലെത്തുന്നു, അവിടുന്ന് കൃഷ്ണഗാഥയിലെത്തുന്നു, അവിടുന്ന് എഴുത്തച്ഛനിലെത്തുന്നു, ചെറുശ്ശേരിയിലെത്തുന്നു, പുനന്നമ്പൂതിരിയിലെത്തുന്നു, വെൺമണി മഹൻ നമ്പൂതിരി അപ്പൻ നമ്പൂതിരിയിലെത്തുന്നു, അവിടുന്ന് CV രാമൻപിള്ളയിലെത്തുന്നു, ചന്തുമേനോനിലെത്തുന്നു, ആശാനിൽ ഉള്ളൂരിൽ വള്ളത്തോളിലെത്തുന്നു, അവിടുന്ന് വൈലോപ്പള്ളിയിലെത്തുന്നു, അവിടുന്ന് ചങ്ങമ്പുഴയിലെത്തുന്നു, വയലാറിലും പി ഭാസ്കറിലും ONV കുറുപ്പിലും എത്തുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിലെത്തുന്നു, പവിത്രൻ തീക്കുനിയിലെത്തുന്നു, സോമൻ കടലൂരിലെത്തുന്നു. അങ്ങനെ എത്രയെത്ര കവികൾ, എത്രയെത്ര സാഹിത്യകാരന്മാർ അവരുടെ തലമുറയിലൂടെ ലഭിച്ചതാണ് നമുക്കിതെല്ലാം. സാഹിത്യം. എനിക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ ആദരിച്ചല്ലോ. ഈ പ്രായത്തിലും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹതി ആദരിച്ചല്ലോ. അവരാണ് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല യുവജന വായനശാലയാ. നമ്മുടെ യുവാക്കൾ നല്ല കട്ടിയിൽ മീശയും വെച്ച് നല്ല ഷേവും ചെയ്ത് അടിപൊളി ഡ്രസ് ഇട്ടിട്ട് ഫ്രീക്കന്മാരായിട്ട് അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിലാക്കി നടന്നാൽ യുവാക്കളാകുമെന്ന് വിചാരിച്ചു പോയിരിക്കുന്നു. അവർ വയസ്സന്മാരാണ്, അവർ പടുവൃദ്ധന്മാരാണ്. അവർക്ക് ഈ ലോകത്തെ പറ്റി അറിയില്ല.
അവരിങ്ങനെ ഉത്സവമേളത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മയ്യിൽ ടൗണിൽ അങ്ങോളം ഒരു കട്ടൻ ചായക്ക് അന്വേഷിച്ചു നടന്നു. ഒരു കട്ടൻ ചായ തരാൻ അവസാനം ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടി. കട്ടൻ ചായയിലില്ല, അൽഫാമുണ്ട്, കുഴിമന്തിയുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാം തിന്ന് തിമർക്കുകയാണ്. ബിരിയാണിയുടെ മേളങ്ങൾ നടക്കുകയാണ്. എന്നാൽ ആ ബിരിയാണികളുടെ മേളം നടക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കേരളത്തിലെ ഹൃദയമുള്ള മനുഷ്യരെല്ലാം നെഞ്ചേറ്റു വാങ്ങിയ ഒരു ബിരിയാണിയുണ്ട്. കാസർഗോഡുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി. ആ ബിരിയാണി കണ്ടവരൊന്ന് കൈവക്കൂ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈവക്കൂ. 1, 2, 3, 4, 5, 6 ആള് കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പറ്റിയ അബദ്ധം. ആ ബിരിയാണി നമ്മുടെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണം. അത് ഉള്ളിലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്ന ബിരിയാണിയാണ്. ഞാൻ ഒരു കഥ മാത്രം എടുത്തതാ, ഒരുപാട് കഥയുണ്ട്, നല്ല കഥകളുണ്ട്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായി നമ്മുടെ യുവാക്കൾ എല്ലാവരും വായിക്കണം. നമ്മുടെ ജീവിതം ആർത്തു ഉല്ലസിക്കുവാനുള്ളതാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോ ഉല്ലസിച്ചോട്ടെ, ആർത്തോട്ടെ, അനുഭൂതികൾ അനുഭവിച്ചോട്ടെ. പക്ഷേ ഇതെല്ലാം ബാഹ്യമായി ശരീരത്തിന്റെ അനുഭൂതികളല്ലല്ലോ. മനുഷ്യൻ വന്നത് ശരീരത്തിന്റെ അനുഭൂതികൾ ഉൾക്കൊള്ളാനല്ല, മനസ്സിന്റെ, ഹൃദയത്തിന്റെ, ഭാവനയുടെ, സങ്കല്പങ്ങളുടെ, ആനന്ദത്തിന്റെ അനുഭൂതികൾ അനുഭവിക്കുവാൻ കഴിയുന്ന കൽപ്പുള്ള തന്റേടമുള്ള യുവാക്കളെ സൃഷ്ടിക്കാൻ ഈ വായനശാലക്ക് കഴിയണം. അത് കഴിയണം. ചങ്ങമ്പുഴയുടെ രമണൻ വായിച്ചിട്ട് കരഞ്ഞ സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇല്ലേ? ചങ്ങമ്പുഴയുടെ രമണൻ വായിച്ചിട്ട് കരഞ്ഞ സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്നാൽ എത്ര സ്ത്രീകൾ ഇന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്നുണ്ടെന്നല്ലാതെ കവിത വായിച്ചിട്ട് കരയുന്നവരിവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് ദൈവത്തെ തന്നതാരാ? നിങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ലേ? നിങ്ങൾ ഒരുപാട് അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പള്ളികളിൽ പോകുന്നില്ലേ? ആ അമ്പലത്തെ പറ്റി, ആ ദൈവങ്ങളെ പറ്റി നമ്മളോട് പറഞ്ഞതാരാ? ദൈവം നേരിട്ട് വന്ന് പറഞ്ഞോ? ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണെന്ന് ശ്രീകൃഷ്ണൻ സെൽഫി എടുത്ത് അയച്ചു തന്നോ? ശ്രീരാമന്റെ ഫോട്ടോ ആ കാലത്ത് ആരെങ്കിലും വരയ്ക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നോ? ഇല്ലല്ലോ. എങ്ങനെയാ നമുക്ക് ശ്രീരാമനെ അറിഞ്ഞത്? എങ്ങനെയാ ശ്രീകൃഷ്ണനെ അറിഞ്ഞത്? എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞത്? എങ്ങനെയാണ് നമ്മൾ മുഹമ്മദ് നബി അറിഞ്ഞത്? അവിടെയാണ്, പുസ്തകങ്ങളിലൂടെയാണ് അറിഞ്ഞത്, അല്ലെ? ആ പുസ്തകങ്ങളില്ലായിരുന്നുവെങ്കിൽ, ആ പുസ്തകങ്ങളിൽ കുറെ ചിത്രങ്ങൾ, കുറെ ലിപികൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ആലോചിച്ചു നോക്കൂ. ലിപികൾ കൂട്ടിച്ചേർത്തിട്ട് അക്ഷരങ്ങൾക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ച എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ലാത്ത ഒരക്ഷരാണ് ച. ഇക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സഹോദരനെ മുസ്ലിങ്ങൾ വിളിക്കുക ഇക്ക എന്നാ, മൂത്ത ജ്യേഷ്ഠൻ, അല്ലേ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അത് ഈ കൂട്ടിയിട്ടാണ് ഇക്ക. പക്ഷെ വെറും ക എന്നതിന് ഒരർത്ഥമില്ല. എന്നാൽ നിരർത്ഥകമായിരിക്കുന്ന 2 ശബ്ദങ്ങളെ, 2 ലിപികളെ കൂട്ടിച്ചേർത്തിട്ട് ചക്ക എന്നെഴുതിയ നിങ്ങളുടെ മനസ്സിലെല്ലാം ഒരു രൂപം വന്നല്ലോ. അതാണ് രസതന്ത്രം, അതാണ് അക്ഷരങ്ങളുടെ മാസ്മരികത. അപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, കുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ചുളയിലും നടുക്ക് കുഞ്ഞു വിളഞ്ഞീര് ചേർന്ന് വന്നാൽ ചക്കയാ എന്ന് പിടികിട്ടിയില്ലേ? എങ്ങനെ പിടികിട്ടുന്നത് അക്ഷരക്കൂട്ടം ഒന്നിക്കുമ്പോൾ അതിൽ ഒരു മാസ്മരികതയുണ്ട്, ആ വെളിച്ചമുണ്ട്, ഒരു സ്പാർക്കുണ്ട്. ആ സ്പാർക്കാണ് മനുഷ്യന്റെ മനോവെളിച്ചം. ആ മനോവെളിച്ചം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല, മനുഷ്യപ്പറ്റ് എന്ന് പറയും. നമുക്കിപ്പോ ശരീരപ്പറ്റ് കൂടുക, ശരീരത്തിന് വേണ്ടി. ശരീരം ഗുരുവും മനസ്സ് ലഘുവുമാകുമ്പോൾ നമ്മൾ മൃഗമാകുന്നു. മൃഗങ്ങളുടെ പ്രത്യേകത, മൃഗങ്ങളുടെ ശരീരം എന്താ പറയുന്നത് അതിനനുസരിക്കുന്ന മനസ്സാ. ഒരു പശു മൂത്രമൊഴിക്കണമെന്ന് ശരീരം പറഞ്ഞാൽ അപ്പോ ഉടനെ ടോയ്ലറ്റ് നോക്കി നടക്കണമെന്ന് മനസ്സ് പറയൂല. അവിടെ ബാലും പൊന്തിച്ച് മൂത്രമൊഴിക്കും, ചാണകോടും. എന്തൊക്കെ തിന്നണമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ പാചകം ചെയ്യാനോ വാങ്ങിക്കൊണ്ടുവരാനോ നോക്കൂല. ഏടിയാ കയറി, ഏത് പറമ്പ് കയറിയിട്ടാ വാഴയില പിടിച്ചു പറിക്കാൻ പറ്റുക അത് പിടിച്ചു പറിച്ച് തിന്നും. അല്ലാതെ അതിനറിയില്ല അധ്വാനിച്ചുണ്ടാക്കണമെന്ന്. ശരീരമാണ് ഗുരു. ഒരു പട്ടിക്ക് ഇണചേരണമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ നിക്കാഹിന്റെ പള്ളി മുഖ്യസ്ഥന്മാരെ വിളിക്കൂല, നിശ്ചയക്കാരെ വിളിക്കൂല, നാട്ടുമുഖ്യസ്ഥന്മാരെ വിളിക്കുകയും പന്തല് കെട്ടുകയും താലി തീർക്കുകയും ഒന്നും ചെയ്യൂല. അത് റോഡിൽ നിന്ന് തന്നെ ഇണചേരും. അതിന്റെ കാരണം അതിന്റെ ഗുരു ശരീരമാണ്.
മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യനായത്? മനസ്സ് ഗുരുവും ശരീരം ലഘുവാൻ. ശരീരത്തോട് പറയാ, മൂത്രമൊഴിക്കാൻ ഇപ്പൊ പറ്റൂല, ആളെല്ലുണ്ട് ഇവിടെ, അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ, തൽക്കാലം ആടെ പിടിച്ചു വെക്ക്, എന്നിട്ട് നമുക്ക് പോവാ. കാമവികാരം ഉണർന്നാൽ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ട അപ്പാടെ ആ കുട്ടീനെയും കൂട്ടിയിട്ട് ഇണചേരാൻ കൊണ്ടുപോയാൽ അവൻ മൃഗമായി. അതുകൊണ്ടാ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന. അതിനു പകരം അവളെ അന്വേഷിച്ച് കുടുംബക്കാരുടെ സമ്മതത്തോടുകൂടി ലൈസൻസ് എടുത്തിട്ട് മാത്രമേ കാമം പ്രകടിപ്പിക്കാവൂ. അവളുടെ സമ്മതവും കുടുംബക്കാരുടെ സമ്മതവും എടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാണ്. സ്നേഹത്തിന്റെ തോണിയിലേക്ക് യാത്ര ചെയ്യുന്ന കൈതപ്രത്തിന്റെ ഒരു വരി കേട്ടിട്ടുണ്ടോ? സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്കേ, കാലത്തിനറ്റത്ത് പോകാം. കേട്ടിട്ടുണ്ടോ? ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി എന്ന പാട്ട് കേട്ടിട്ടില്ലേ? സ്നേഹം കൊണ്ട് തോണിയുണ്ടാക്കിയിട്ട് കാലത്തിന്റെ അപ്പുറത്തേക്ക്, ദേശത്തിന്റെ അപ്പുറത്തേക്ക് ദേശാന്തര യാത്രയും കാലാന്തര യാത്രയും നടത്താൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം മനസ്സുകൊണ്ട് യാത്ര നടത്താൻ പറ്റിയ സാധനമാണ് പുസ്തകം. അവിടെയാണ് മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ. അവിടെ റോക്കറ്റുകൾക്ക് പോലും പോകാൻ പറ്റാത്ത ലോകം, റോക്കറ്റുകൾക്ക് പോലും പോകാൻ പറ്റാത്ത ലോകം. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. മഴവിൽ കൊടി പൂത്തു നിൽക്കുന്ന ലോകം. മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാൻ ഉഴറി കൽപ്പന ദിവ്യം ഒരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് ചങ്ങമ്പുഴ മനസ്സുനിയിൽ പാടുമ്പോൾ അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല, ഇടിമിന്നലുകളുടെ മഹാലോകത്തേക്ക് നമ്മൾ സ്വയം എടുത്തെറിയപ്പെടുന്ന ആ അത്ഭുത പ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റാതെ ഈ അൽഫാമും കടിച്ചത് നിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ദൗത്യമെന്ന് നമ്മളെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? നമ്മുടെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു. ഭക്ഷണത്തിന് വേണ്ടിയാണ് നീ ജനിച്ചത്, വയറ് നിറക്കാൻ വേണ്ടിയാണ്. 90 വയസ്സ് വരെ ജീവിക്കുമ്പോ ഒരു 15 കൊല്ലമെങ്കിലും എന്റെ മനസ്സിനും ഹൃദയത്തിനും സംസ്കാരത്തിനും വേണ്ടി ജീവിക്കണ്ടേ? ബാക്കി 75 കൊല്ലവും നിങ്ങൾ ജീവിക്കുന്നത് ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനാണ്. ശരീരത്തിന് വേണ്ടി വരുമാനമുണ്ടാക്കാൻ, ശരീരം കിടക്കാനുള്ള വീടുണ്ടാക്കാൻ, ശരീരത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ, ശരീരത്തിന് പൊതിയാൻ വസ്ത്രമുണ്ടാക്കാൻ. 90 വയസ്സ് വരെ ജീവിച്ച ഒരാളെ ഇവിടെ ആദരിച്ചല്ലോ. അദ്ദേഹം എത്ര കൊല്ലം ഉറങ്ങിയിട്ടുണ്ടാകും? 35 കൊല്ലം ഉറങ്ങും. അറിയോ? 90 വയസ്സിനിടയിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് 35 കൊല്ല. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നുണ്ടോ? ഇല്ലേ? ഡെയിലി 8 മണിക്കൂർ. ഇപ്പൊ 24ന്റെ 1/3 8 അപ്പൊ 90ന്റെ 1/3 30 90 വർഷത്തിന്റെ 1/3 30 വർഷമാ. അതിന് പുറമെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ 8 മണിക്കൂർ അല്ലല്ലോ, 10-12 മണിക്കൂർ ഉറങ്ങൂലേ? ഒരു 60-70 കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂലേ? ഒരു 5 കൊല്ലം എക്സ്ട്രാ കാണണ്ടേ? അപ്പൊ 35 കൊല്ലം ഉറക്ക. നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്ന കൊണ്ടാ, ഹോൾസെയിലായിട്ട് കൂട്ടും. കുംഭകർണൻ ഒന്നിച്ചുറങ്ങുന്നു, നമ്മൾ കുറേശ്ശെ ഉറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉറങ്ങുന്നുണ്ട്. 35 വർഷം ബോധമില്ലാതെ ഉറങ്ങുക നമ്മള്. അപ്പൊ 35 വർഷം പോയാൽ നമുക്ക് ഇനി ബാക്കി 55 കൊല്ല ബോധത്തോടെയുള്ളു. ആ 55 കൊല്ലത്തിൽ 10 കൊല്ലം ഭക്ഷണം ഉണ്ടാക്കാൻ, പാചകം ചെയ്യാൻ, കഴിക്കാൻ, കൈ നക്കാൻ, കൈ കഴുകാൻ, പല്ലിന്റെ ഉള്ളിൽ കുത്തിയിരിക്കുന്ന ഇറച്ചിക്കഷ്ണം തോണ്ടിയെടുക്കാൻ, എല്ലാം കൂടി ഒരായുസിൽ 10 കൊല്ലം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുക. ഭക്ഷണത്തിന് വേണ്ടി. ഇനി എത്രയാ ബാക്കി? 45 ഉള്ളൂ. പകുതി പോയാ, പകുതി പോയി. തിന്നാ പോരല്ലോ, പോയി ഇരിക്കണ്ടേ, ടോയ്ലറ്റിൽ ഇരിക്കണ്ടേ? എത്ര കാലം കുളിമുറിയിലും കക്കൂസിലും നമ്മുടെ പൂതാനം പറഞ്ഞ പോലെ എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. നമ്മള് കുളിക്കാനും കക്കൂസിൽ പോവാനും ചെലവഴിക്കുന്ന സമയം മൊത്തം നാം കൂട്ടി നോക്കിയാൽ 10 കൊല്ലം ഒരായുസിൽ അങ്ങനെ പോക്കാ. പണ്ടത്ര ഇല്ല. പണ്ട് ഈ യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നതിന് മുമ്പ് മുട്ടും മടക്കി ഇരിക്കുമല്ലേ നാടൻ കക്കൂസ്. അതിനു മുമ്പ് ഇവിടെ ആദരിക്കപ്പെട്ട പലരും നാടൻ കക്കൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കുണ്ടും കുണ്ടടയിലുമായിരുന്നു മൂലധന നിക്ഷേപം. ഓർമ്മയുണ്ടോ? അല്ലേ? ആ മുട്ടും മടക്കി ഇരിക്കുമ്പോ മുട്ട് കടച്ചിലെണീറ്റ് വേഗം എണീറ്റ് പോരും. ഇപ്പൊ നല്ല സ്റ്റൂളുമേൽ ഇരിക്കും പോലെ ഇരുത്താണ്. ആടെ ഇരുന്നിട്ടാണ് ചെറുപ്പക്കാരെല്ലാം ഡൗൺലോഡിങ് നടത്തുന്ന. പലതും മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും നടത്തുന്നു. അല്ലേ?
അവിടെയാ 10 കൊല്ലം. ഇനി എത്രയാ ബാക്കി? 35 ബാക്കിയുള്ളൂ. ആ 35-ൽ 10 കൊല്ലം പലവിധ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ബെഡിലും വിശ്രമത്തിലും കിടപ്പിലുവാ. 10 കൊല്ലം വിശ്രമിക്കും. ഇനി 25 ബാക്കിയുള്ളൂ. ആ 25 കൊല്ലത്തിൽ 10 കൊല്ലം നമ്മുടെ ശരീരം മുടി ഉണക്കണ്ടേ, മുടി ചീകണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, മീശ കട്ടിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, പിരിയം പൊരിക്കണ്ടേ, വാലിട്ട് കണ്ണെഴുതണ്ടേ, അല്ലേ? ഡ്രസ് ധരിക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, സാരിന്റെ മുന്താണിക്ക് പിന്നു കുത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? ഇതിനെല്ലാം കൂടി 10 കൊല്ലം അങ്ങനെയും പോയി. ഇനി എത്രയാ നമുക്ക് ബാക്കി? 15 കൊല്ലം ബാക്കി. ആ 15 കൊല്ലം എങ്കിലും മനുഷ്യനാവണം. മനുഷ്യൻ ജനിച്ചത് കൊണ്ട് മനുഷ്യനാവില്ല, മനുഷ്യൻ ആയാലേ മനുഷ്യനാവൂ. മനുഷ്യനാവല് ഒരു നിരന്തര പ്രക്രിയ. അച്ഛനും അമ്മയും മനുഷ്യനായതുകൊണ്ട് നമ്മൾ അവരുടെ മക്കളായി ജനിച്ചത് കൊണ്ട് മനുഷ്യനാവുന്നില്ല. മനുഷ്യനാവുക എന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, നിരന്തരം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇന്നലെ വരെ ഗംഭീരമായി എല്ലാം ചെയ്തു. ഇന്നൊറ്റ ദിവസം നമ്മൾ ഒരു മൃഗത്തെ പോലെ വൃത്തികെട്ട ഒരു കാര്യം ചെയ്താൽ തീർന്നോ? അതോടുകൂടി ഓനെന്ത് മനുഷ്യനാന്ന് പറയും, ഇല്ലേ? ഇന്നലെ വരെ മനുഷ്യനായതെല്ലാം പോയി, ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മനുഷ്യനാവുക. അത് വെറുതെ ഇരുന്നാലാവൂല, അത് നിരന്തരം. അപ്പോ ഏറ്റവും നല്ല എളുപ്പത്തിൽ മനുഷ്യനാവാനുള്ള മാർഗം എന്താ? അവിടെയാണ് പുസ്തകങ്ങൾ, വായനശാലകൾ. എത്രയെത്ര മനുഷ്യന്മാർ, എത്രയെത്ര ദൈവങ്ങൾ, എത്രയെത്ര പ്രവാചകന്മാർ, എത്രയെത്ര യുദ്ധങ്ങൾ, എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, അനുഭൂതിയുടെ ഇടങ്ങൾ, ഇതെല്ലാം ഈ പുസ്തകങ്ങളിൽ കൂട്ടിക്കൂട്ടി വെച്ചിട്ടും അതൊന്നും വായിക്കാതെ വായനശാലകളുടെ അലമാരകൾ നിറഞ്ഞു കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വായനശാല വൃത്തികെട്ട വായനശാലയാണ്. ഒരു വായനശാലയിലെ പുസ്തകങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മുഷിയാതെ കിടക്കുന്നുണ്ടോ? ആ വായനശാല വൃത്തികെട്ട വായനശാലയാണ്. എന്നാൽ ഒരു വായനശാലയിലെ അലമാരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? പുസ്തകമൊക്കെ വാങ്ങിയിട്ടുണ്ടാകും, പക്ഷേ ജനങ്ങളുടെ കയ്യിലാണ് പുസ്തകങ്ങൾ ഉള്ളത്. എല്ലാം അവരുടെ കയ്യിലാണുള്ളതെങ്കിൽ ആ വായനശാല നല്ല വായനശാല. അവിടുത്തെ പുസ്തകങ്ങൾ വിയർപ്പ് പുരണ്ട്, കയ്യിലെ തഴമ്പ് പുരണ്ട്, ചേറ് പുരണ്ടിട്ട് കവറുകളെല്ലാം മുഷിഞ്ഞു കിടക്കുന്നുണ്ടോ? പുസ്തകങ്ങൾ മുഷിഞ്ഞു കിടക്കുമ്പോൾ ആ പ്രദേശത്തെ മനുഷ്യരുടെ മനസ്സ് തെളിഞ്ഞു കിടക്കും. പുസ്തകങ്ങൾ വൃത്തിയായി കിടക്കുമ്പോൾ ആ പ്രദേശത്തെ മനുഷ്യരുടെ മനസ്സ് വൃത്തികെട്ട് കിടക്കും. അതുകൊണ്ട് ഈ വായനശാലയിൽ പുസ്തകങ്ങൾ അന്ത്യവിശ്രമം കൊള്ളാൻ അനുവദിക്കരുത്. 50 വർഷം തികയുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാ വാർഡിലും വായനശാല തുടങ്ങുക. ഈ വായനശാല തുടങ്ങുന്നു, ബോർഡ് വെക്കുന്നു, അലമാര വാങ്ങുന്നു, പുസ്തകങ്ങൾ നിറയെ വെക്കുന്നു, ലൈബ്രറി കൗൺസിൽ വരുന്നു, പരിശോധിക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് പിരിയുന്നു. വായിക്കലോ? അതില്ല. ഓപ്പറേഷൻ വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ വായനശാലയുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നിട്ടും വായനക്കാരുടെ എണ്ണം, ഞാൻ കുറെ സ്ഥലത്തായിട്ട് ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ പല നോവലുകളെ കുറിച്ച്, കഥകളെ കുറിച്ച്, കവിതകളെ കുറിച്ച് ഞാൻ പലയിടങ്ങളിലും പരസ്യമായി ചോദിച്ചപ്പോ കിട്ടുന്ന മറുപടി, അവിടെ ഇരിക്കുന്ന പുരുഷാരത്തിന്റെ മനുഷ്യക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് 1% പോലും ആളുകൾ ഇതൊക്കെ വായിച്ചു എന്ന് പറഞ്ഞ് കൈയുയർത്താൻ തയ്യാറാവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സംസ്കാരം ഒരുപാട് പിറകിലാണുള്ളത്. പണ്ടാരോ വായിച്ചതിന്റെ ഗുണമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അവരെന്ന് വായിച്ചതുകൊണ്ട് അവർ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധിത, അവർ കമിഴ്ന്ന് കെട്ടന്ന് ഈ സമൂഹത്തിന്റെ വിധിവിശ്വാസത്തിൽ മോക്ഷസങ്കല്പത്തിൽ കിടന്ന് ഇഴയുമ്പോ അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു നവോത്ഥാന നായകന്മാർ. എഴുന്നേറ്റിട്ട് നോക്കടാ, കണ്ണ് തുറക്കൂ, നന്നായി നോക്കൂ എന്നാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പറയുകയാണ്, കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുന്ന ഹേ സന്യാസി, നീ നിമീലിത ലോചനം ഒന്ന് തുറക്കൂ, നന്നായി നോക്കൂ. കണ്ണ് തുറക്കാനാ പറഞ്ഞു, കണ്ണ് പൂട്ടാനല്ല. പലരും പറഞ്ഞു ഒന്നും ചിന്തിക്കണ്ട, അല്പാന്ത നിദ്ര വരവായി കണ്ണുകൾ അടഞ്ഞേ കിടക്കുമകയൊന്നും.
മൃത്യുപൂജ എന്ന കവിതയിൽ അയ്യപ്പ പണിക്കര് പറയാൻ, കണ്ണാശുപത്രിയുടെ പർണാശ്രമത്തിലൊരു കണ്വൻ കടങ്കഥ പറഞ്ഞു. കൽപ്പാന്ത നിദ്രവരവായി കണ്ണുകളടഞ്ഞേ കിടക്കുമവയൊന്നും. കണ്ണാശുപത്രിയിലെ പർണാശ്രമത്തിൽ കണ്ണും പറയാ, എന്തിനാണ് ഈ ആശുപത്രി? ഒന്നും കാണണ്ട, ആർക്കും ഒന്നും കാണണ്ട, അടഞ്ഞു കിടക്കുക, നീ ദീർഘമായി ശ്വാസം വലിക്കുക. ശ്വാസം വലിച്ചാൽ ലോകത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. അതുകൊണ്ട് നീ ശ്വാസയോഗ ചെയ്യുക. നീ എല്ലാം മറന്നേക്കുക, വെഡിമിക്സ് സോപ്പ് തേക്കുക. നീ നിന്റെ സൗന്ദര്യത്തെ പറ്റി ചിന്തിക്കുക, നീ നിന്റെ മുടിയെ പറ്റി ചിന്തിക്കുക, നിന്റെ ത്വക്കിന്റെ വരൾച്ചയെ കുറിച്ച് ചിന്തിക്കുക, നിന്റെ വീടിന് പൂപ്പല് പിടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ യുദ്ധത്തെ പറ്റി മിണ്ടരുത്, പിടഞ്ഞു വീണ് മരിക്കുന്ന കുട്ടികളെ പറ്റി മിണ്ടരുത്. ഇത്രയും നൂറ്റാണ്ടിൽ ഇത്രയും ഭാഷയും ഇത്രയും കൃതികളും ഉണ്ടായിട്ടും എന്തേ മനുഷ്യൻ ചെറിയ വിഷയത്തിന്റെ പേരിൽ കൊല്ലുന്നു? ഈ ഭൂമിയിലെ മനുഷ്യന്റെ അധ്വാനവും സമ്പത്തും എല്ലാം കൂട്ടിവെച്ചാൽ അതിന്റെ പകുതിയും ചെലവഴിക്കുന്നത് സ്നേഹിക്കാനല്ല, സഹായിക്കാനല്ല, ഭക്ഷണം കൊടുക്കാനല്ല, വിദ്യാഭ്യാസത്തിനല്ല, കൊല്ലാൻ. ലോകത്തിലുള്ള സകല രാജ്യത്തിന്റെയും ബജറ്റ് വിഹിതത്തിൽ പട്ടാളത്തിനും തോക്കിനും ബോംബിനും വേണ്ടി ചെലവഴിക്കുന്നത് മൊത്തം മനുഷ്യന്റെ വിഭവശേഷിയുടെ പാതിയാണ്. അപ്പൊ യുദ്ധം ചെയ്യാനാണോ? എന്തിനാ നമ്മൾ മനുഷ്യരായത്? യുദ്ധം ചെയ്യാൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലിങ്ങനെ കടുപിടി കൂടുന്നത്? കടുവകളും പുലികളും ഉണ്ടായിരുന്നു, ആക്രമിക്കുന്നവർ, കീഴടക്കുന്നവർ. എന്തിനാ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഈ ഭൂമിയിലേക്ക് അയച്ചത് തിന്നാനായിരുന്നുവെങ്കിൽ മൃഗങ്ങളും പക്ഷികളും തിന്നാറുണ്ട്, കൊല്ലാനായിരുന്നെങ്കിൽ മൃഗങ്ങളും പക്ഷികളും കൊല്ലാറുണ്ട്, ആക്രമിക്കാറുണ്ട്. അതുമാത്രം ചെയ്യാൻ മനുഷ്യൻ വേണ്ടിയിരുന്നില്ല. എന്നാ മനുഷ്യൻ വന്നതിന് മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് കണ്ണെത്താ ദൂരത്ത് കയ്യെത്തണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്തണം, അത്തമ്പത്താടും മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പാട്ടുപാടാൻ, മുല്ലപ്പൂവിനെ പറ്റിയിട്ട് പാട്ടുപാടാൻ ആരും ഉണ്ടായിരുന്നില്ല. 7 ഇലം പാലകൾക്ക് 7 ഇലകളാണെന്ന് എണ്ണാൻ ഏതെങ്കിലും ആനക്കോ പശുവിനോ കഴിഞ്ഞിരുന്നോ? മനുഷ്യൻ വന്നതിന് ശേഷമാണ് 7 ഇലം പാല പുത്തു, പൂമരങ്ങൾ കൂട നിവർത്തൂ, വെള്ളിമലയിൽ വേളിമലയിൽ എന്ന് പാട്ടുപാടിയത് മനുഷ്യൻ വന്നതിന് ശേഷം. അതിനു മുമ്പ് 7 ഇലയോ 8 ഇലയോ ആർക്കും അറിയാവോ? 7 ആണോ 8 ആണോ അറിയില്ല, ആർക്കും അറിയില്ല. ആ പൂക്കളെ കൊണ്ട് കളമുണ്ടാക്കാൻ ആർക്കും അറിയില്ല. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. മനുഷ്യൻ വന്നതിന് ശേഷമാണ് തുളസിയും വൃന്ദാവനും ഉണ്ടായത്, ദൈവമുണ്ടായത്. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഏതെങ്കിലും ദൈവം ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു മെസ്മറിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ആ ദൈവത്തിന്റെ മതത്തിൽ ചേരാം. മനുഷ്യൻ വന്നതിന് ശേഷമാണ് അല്ലാഹു അക്ബർ എന്ന വാക്കുകൾ ഉണ്ടായത്. നാരായണായ നമഃ, ഓം നമഃ ശിവായ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചത് മനുഷ്യൻ വന്നതിന് ശേഷം. അതിനു മുമ്പ് ഒരു അല്ലാഹുവും ഒരു ഈശോ മിശിഹായും ഒരു ശിവനും ഈ ഭൂമിയിൽ ഒരു മെസ്മറിസവും കാണിച്ചിട്ടില്ല. ഒരു വാക്കുകളും ഒരു പ്രാർത്ഥനയും ഒരു പള്ളിയും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നപ്പോഴായി പ്രപഞ്ചത്തെ പറ്റി ചിന്തിച്ചത്. അതിനാ നമ്മൾ വന്ന് ഈ പ്രപഞ്ചത്തിന്റെ സത്യം അന്വേഷിക്കുവാനാണ്, അല്ലാതെ ഇതിനെ ആസ്വദിക്കാൻ മാത്രമല്ല. മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലുണ്ടായിരുന്നു. ആ മഴവില്ലുകൾ കിഴക്കൻ ചക്രവാളത്തിൽ കാണുമ്പോൾ അതിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വിത്ത് ജിയോ എന്ന് കണ്ടെത്തിയത് നമ്മളാ. ആ മഴവില്ലിനെ കുറിച്ച് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണേ എന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപാട് പുഴകളുണ്ടായിരുന്നു. ആ പുഴയുടെ തീരത്ത് ഒരുപാട് ആളുകൾ വെള്ളം കുടിച്ചിരുന്നു, ഒരുപാട് മരങ്ങൾ വളർന്നു വന്നിരുന്നു. പക്ഷേ ഒരു പ്രണയ സരോവര തീരം ഉണ്ടായിരുന്നില്ല.
പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിരിഞ്ഞു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു എന്ന് പാടാൻ ആരുമില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പും ഓണക്കാലം, ആ കാലത്ത് മഞ്ഞുണ്ടായിരുന്നു, മനോഹരമായ പൂക്കൾ വിളരുന്ന ആ കാലത്തെ നോക്കിയിട്ട് ആവണി പൊൻപുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ എന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തിനാ നമ്മൾ വന്നെന്ന് മനസ്സിലായോ? പാട്ടുപാടാൻ, ചിരിക്കാൻ, ചിന്തിക്കാൻ, സ്നേഹിക്കാൻ, പ്രേമിക്കാൻ, പുസ്തകം വായിക്കാൻ, സത്യമന്വേഷിക്കാൻ, നന്മ ചെയ്യുവാൻ, സൗന്ദര്യബോധത്തിൽ ജീവിക്കാൻ. ഇതിനാ മനുഷ്യൻ വന്ന്. അത് ചെയ്യുമ്പോഴേ നമ്മൾ മനുഷ്യരാവൂ. അല്ലാതെ തിന്നാൻ, കിടന്നുറങ്ങാൻ, കാക്കൂസ് പോവാൻ, മക്കളെ ഉണ്ടാക്കാൻ, ഇത് മാത്രം ചെയ്താൽ നമ്മൾ മൃഗത്തിന് തുല്യമാണ്. വിദ്യാവിഹീന പശു എന്നാ പറയുന്നത്. വിദ്യാവിഹീന പശു പശുവാണ്, പശുവിന് തുല്യമാണ്, മൃഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളെ മാനവികതയിലേക്ക് നയിക്കാൻ പുസ്തകങ്ങൾ നമ്മൾക്ക് കെൽപ്പ് തരുന്നു, നമ്മളെ സഹായിക്കുന്നു. ആ പുസ്തകങ്ങൾ വെറുതെ വായിച്ചാൽ പോരാ. മഴ പാറാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. പുസ്തക വായനയുടെ 10 ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ ആന്തോളനത്തിലെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ പഴുതേ നമ്മുടെ ജന്മം പാഴാക്കണോ?